എന്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ സ്വർഗ്ഗത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമ്പോ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വർഗ്ഗം വേണോ ചൊല്ല ആശയില്ലാത്ത മനുഷ്യന്മാരില്ല. ഈ വാതിൽ സദസ്സിൽ വന്നിട്ട് വെച്ച എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിൽ ആശയുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ് ചൊല്ല സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ഒരു പക്ക വേണോ, ആ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് ഒരു പാർപ്പിട വേണോ ചെന്നിട്ട് പ്രാർത്ഥിക്കുക. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്ന ഹദീസ് അങ്ങനെയല്ലേ, ഒരാൾ സ്വർഗ്ഗ കേൾക്കുന്നുണ്ടായെങ്ങ സ്വർഗ്ഗത്തിന് എത്രമാ ദർജയുണ്ട് സ്വർഗ്ഗത്തില്. ആ സ്വർഗ്ഗ ഒരു മനുഷ്യ കേൾക്കുന്നുണ്ടായെങ്ങ അവിടെ കേൾക്കണായ സ്വർഗ്ഗത്തെ മഹാകേന്ദ്ര ഏത്? അത് ജന്നാത്തുൽ ഫിർദൗസ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ജന്നാത്തുൽ ഫിർദൗസ് കേൾക്കറോ. അല്ലാഹുവിന്റെ അടിമകളായ ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റെഡിയാക്കി വെച്ച സ്വർഗ്ഗത്തിൽ ആ വലിയ സ്ഥാനായിട്ട് ജന്നാത്തുൽ ഫിർദൗസ്. വിശുദ്ധമായ റമളാൻ നിങ്ങൾക്ക് ബറക ബന്ധപ്പെട്ടായിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. രണ്ട് നിങ്ങൾ മുന്നോട്ട് നിങ്ങൾ പടച്ചോണ്ടിട്ട് നിങ്ങൾ ദുആർക്ക് സുർവാക്കിട്. അല്ലാഹുവേ റജബിൽ ബറക്കത്ത് താ അല്ലാഹ്, ശഅബാനിൽ ബറക്കത്ത് താ അല്ലാഹ്, വിശുദ്ധമായ റമളാനിൽ നിങ്ങൾക്ക് എത്തുവാട്ടി താ അല്ലാഹ്. എങ്ങനെ എത്തുവാട്ടണോ? റമളാനിൽ നാണ് ജീവിച്ചിട്ട് ആയുസ് തരണോണ്ട് മാത്രല്ല ആ ദുആയുടെ അർത്ഥ. റമളാൻ കലിടേക്ക് മുന്നോ നിന്റെ മരിപ്പാട്ടുണ്ടാണ്ട് മാത്രം അങ്ങനെ അർത്ഥമല്ല. എല്ലാവർക്കും മന്ദാതയാക്ക, എല്ലാവർക്കും മനസ്സിലാക്ക. പടച്ചോനെ നിന്റെ ദുആ പടച്ചോന് സ്വീകരിച്ചിട്. നാളെ രണ്ട് തിങ്ക മുന്നോട്ട് ദുആർന്നിട്ട് റമളാൻ മാത കണ്ടിട്ട് ഇവിടെ പള്ളിയിൽ ഒന്നാമത്തെ നൈറ്റില് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ തക്ബീർ ചൊല്ലിട്ട് റമളാന്റെ സ്വീകരിക്കുമ്പോ ഒരു പാവപ്പെട്ട മുസ്ലിം അങ്ങോട്ട് മനസ്സിലാക്കട, അല്ലാ നിന്റെ ദുആ പടച്ചോണ് കബൂലാക്കിടല്ലേ, നിനക്ക് റമളാൻ എത്തുവാടി തന്നല്ലേ ചൊല്ല. ആവർ എത്തുവാട്ടൽ മാത്രമല്ല മുഅ്മിനീങ്ങളെ, ആ റമളാനില് പടച്ചോന്നിട്ട് അല്ലാഹുവിന്റെ ഇബാദത്തിലായിട്ട് ആ റമളാൻ ആദരിക്കുക. ആ റമളാനിൽ ആക്കിളാക്ക് കെട്ടല മനുഷ്യന്മാർക്ക് അല്ലാഹു നരകത്തിന് ഇത്തക്ക് കൊടുക്കുമ്പോ, മോചന കൊടുക്കുമ്പോ ആ നരകത്തിന് ഇത്തക്ക് ചൊല്ല മോചനാക്കണ ആൾമാരെ കൂട്ടത്തില് പാവപ്പെട്ട നന്മയും ചേർപ്പാട്ടണോ. ആ റമളാൻ ആദരിക്കേണ്ട പോലെ ആദരിക്കണം, ബഹുമാനിക്കേണ്ട പോലെ ബഹുമാനിക്കണം ചൊല്ല. ആ ഒരു നീയത്തോടെ അല്ലാഹുവിനിട്ട് നിങ്ങൾ ദ്വാരന്നിട്ട് റമളാനെത്തുമ്പോ പടച്ചോന്റെ നിങ്ങൾ കേക്കിടല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എല്ലാ മനുഷ്യന്മാരും ഓരോ നിസ്കാര കലഞ്ഞിട്ട് 3 വട്ടം പടച്ചോനോട് ദുആർക്കട്ടത്. അല്ലാഹ് പടച്ചോനെ ഇന്നി അസ്അലുകൽ ജന്ന, നക്ക് നീ സ്വർഗ്ഗ തരണോ അല്ലാഹ്. പടച്ചോണ്ട് കേൾക്കണം, നക്ക് നീ സ്വർഗ്ഗ തരണോ അല്ലാഹ്. ചെറിയ വിഷയമല്ല കേൾക്കടോ. പാവത്തോടും പൈസ ഇന്നോടും എല്ലാ ആലിമും സാധാരണക്കാരായ ആൾമാരും അല്ലാഹുവിനോട് കേൾക്കണ ഒരേ ഒരു ദുആ, എല്ലാരുടെ മനസ്സിലും നിൽക്കണത് ഒരേ ഒരു ദുആ. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. പടച്ചോനെ നരകത്തിൽ നിന്നെ പോയി കൊണ്ടുപോയിട്ട് നീ ഇട്ടിട്ടുണ്ടായെങ്ക ആ നരകത്തിലെ കത്തിയാളുടെ തീ കൊണ്ടത്തേക്ക് നിന്റെ വലിച്ചെറിഞ്ഞിട്ടുണ്ടായെങ്ക ആ നരകത്തിലെ തീയിൽ നിനക്ക് തേക്കുക സാധ്യയില്ല. ദുനിയാവിടെ തീരാടി എത്രമായിരട്ടി ഡിഗ്രി ചൂട് ജാസ്തിയുള്ള നരകത്തില് ഈ പാവപ്പെട്ട നിന്നെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടായെങ്ക സഹിക്കുക സാധ്യയില്ല അല്ലാഹ്. അതുകൊണ്ട് നരകത്തിന് മോചന തന്നിട്ട് സ്വർഗ്ഗതാ ചൊന്നിട്ട് പടച്ചോന്നിട്ട് കേൾക്കുമ്പോ നിന്റെ പരിശുദ്ധ മുഅ്മിനേ, ആര്
സ്വർഗ കേൾക്കണോ? എങ്ങനെ കേൾക്കണോ സ്വർഗ ആർക്ക് കിട്ടൂ ചൊല്ലത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നിങ്ങൾക്ക് ചൊല്ലുന്നതല്ലേ. സ്വർഗ മനുഷ്യന്റെ മനസ്സുക്ക് ഒരു മനുഷ്യക്ക് സ്വർഗത്തിന്റെ മഹത്വം കേട്ടിട്ടുണ്ടായെങ്ക അവന് ഒരു നാളല്ല 2 നാളല്ല 1 തിങ്ങല്ല 1 വർഷമല്ല അവന് ജനിച്ചിട്ട് അവന് ഈ ലോകത്തേക്ക് വന്നൽ പിന്നെ മരിക്കോളം സ്വർഗത്തിന്റെ മഹത്വം കേട്ടിട്ടുണ്ടായെങ്ക ഓ മുഅ്മിനേ സ്വർഗത്തിലെ വിഷയം ചൊന്നിട്ട് തീർക്കുക സാധ്യയില്ല. അത്രയും വലിയ പരിശുദ്ധമായ സ്ഥലമായിട്ട് പക്കായിട്ട് സ്വർഗ. ആ സ്വർഗ നിങ്ങൾക്ക് വേണുണ്ടായെങ്ക ആ സ്വർഗത്തിന് പോണ്ട മോമിനിയങ്ങൾ ആറുകൊണ്ട് ചെന്നിട്ട് ഖുർആൻ ചൊന്തറുമ്പോ അത് ഞങ്ങളെ ജീവനത്തിൽ ഉൾക്കൊള്ളണോ, ഞങ്ങൾക്ക് സ്വീകരിക്കണോ. വെറുതെ ഇങ്ങനെ വാള് കേട്ടിട്ട് ഇങ്ങനെ എങ്ങനെ എന്തുള്ള വാള് തൊന്തര നല്ല വാള എന്തൊരു ചൊന്തു എന്തൊരു ചന്തു എന്തില്ല. ഞാൻ ഓർത്ത ഞങ്ങൾ വാട്സാപ്പിൽ കേട്ടില്ലേ എന്തൊരു വാള് കേട്ട് നിങ്ങൾ വാള് നല്ല വാള് എന്തൊരു കേട്ട നല്ല 2 പാട്ട് പാടിയിട്ടുള്ള അല്ലേ നല്ല ഇപ്പത്തെ നല്ല മാർക്കറ്റിന്റെ ജണ്ട് നല്ല പാട്ടായാലും പാട്ട് ആ പാട്ട് രാഗത്തിൽ നാ വീണുപോയ അല്ലേ. പെരുസത്തെ മോമിനെ ജണ്ട് കണ്ട നീന് വാള് കളിച്ചിട്ടുണ്ടായെങ്ക ആ ജണ്ട് കണ്ടടെ വാള് നിൽക്കും ഒരു പക്ഷേ നിക്ക് നിലപ്പെട്ട് വയ്ക്കുക സാധ്യയില്ല, സ്വീകരിക്കുക സാധ്യയില്ല. നാട് ചൊന്തുന്ന വിഷയത്തിൽ ഒരു പോയിന്റ് ഒരു മനുഷ്യ അത് സ്വീകരിച്ചിട്ടുണ്ടായെങ്ക സുബ്ഹാനല്ലാഹ് പടച്ച റബ്ബ് ഞങ്ങളെ കബൂലാക്കടാ, അല്ലാഹു ഞങ്ങളെ സ്വീകരിക്കടാ. പടച്ചോന് ഞങ്ങൾക്ക് ബറക്കത്ത് തണ്ട, ഈ ഇൽമിന്റെ സദസ്സക്ക് ബറക്കത്ത് വേനുണ്ടായെങ്ക ഞങ്ങളെ മനസ്സിൽ നീയത്ത് നന്നായിട്ട് വേണോ. ഞങ്ങളെ മനസ്സ് അല്ലാഹുവേ നാളെ ഇവിടെ വാതിക്ക് വന്ന് നയിക്കണത് വേറെന്തും ദുരുദ്ദേശത്തിലല്ല. നക്ക് നിന്റെ ഈ ജണ്ട് കണ്ട് നാട് ഖർച്ചാക്കിയിട്ട് നിന്റെ എല്ലാ ഡ്യൂട്ടിയും വിട്ടിട്ട് നിന്റെ വർക്കെല്ലാം നാട് ക്യാൻസൽ ആക്കിയിട്ട് ഇവിടെ വന്ന് വെച്ചപ്പോ എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ട് നന്നാവണോ ചൊല്ല നീയത്തിൽ നിങ്ങൾ ദൈക്കറോ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.